ഈ പ്രദേശങ്ങൾക്കനുസരിച്ച് ഒരുപാട് സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം തന്ത്രം തന്നെ പറയുന്നുണ്ട് ഏറ്റവും സമ്പ്രദായ വിവേചനത്തിൽ ഏറ്റവും ഉത്തമമായ സമ്പ്രദായം എന്താണ് എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പം ആചാര്യൻ പറയുന്നത് കേരളാശ്ചൈവ കാശ്മീരോ ഗൗഡശ്ചൈവ തൃതീയക സമ്പ്രദായത്രയം പ്രോക്തം സർവസിദ്ധി പ്രദായകം. അതായത് കേരളാശ്ചൈവ കാശ്മീരോ കേരള സമ്പ്രദായവും അതുപോലെ തന്നെ കാശ്മീര സമ്പ്രദായവും ഗൗഡ സമ്പ്രദായവും ആയിട്ടുള്ള തൃതീയക മൂന്ന് സമ്പ്രദായങ്ങൾ, ഈ മൂന്ന് സമ്പ്രദായങ്ങൾ ധർമാർത്ഥ കാമമോക്ഷത്തെ സർവസിദ്ധിയും തരാൻ തയ്യാറായിട്ടുള്ളതാണ്. അപ്പം ഇത്രയും ദേശങ്ങളിലെ പല ആചാരങ്ങൾ ഉണ്ടായിട്ടും പലതും രഹസ്യങ്ങളായി മാത്രം നിന്നിട്ടും എന്തുകൊണ്ടാണ് കാശ്മീര സമ്പ്രദായമായാലും വംഗദേശത്തിലുള്ള വെസ്റ്റ് ബംഗാൾ ഭാഗത്തുണ്ടായിട്ടുള്ള ശാക്തേയ സമ്പ്രദായമായാലും കേരളദേശത്തിലെ തന്ത്രം എന്താണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മുന്നേ പോയിട്ടുള്ള ആചാര്യന്മാർ തന്നെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. നമ്മൾ ബാക്കിയുള്ളവരാണ്. അപ്പോൾ കേരളതന്ത്രവും കാശ്മീരതന്ത്രവും അതുപോലെ തന്നെ വംഗതന്ത്രവും ഈ മൂന്ന് തന്ത്രവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് സബ്ജക്റ്റുകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയും. കേരളതന്ത്രത്തിൻ്റെ ഒരു ലെഗസി, അതെങ്ങനെയാണ് കേരള താന്ത്രിക് ലിറ്ററേച്ചറിൻ്റെ ഒരു കുറേ വർഷത്തെ കുറേ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യം എങ്ങനെയാണ് അതങ്ങനെ വരുന്നത്. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും പുതുമയുള്ളതും ഒരുപാട് ഇവോൾവ്ഡ് ആയിട്ട് വന്നിട്ടുള്ളതും എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാ ദേശത്തിലുള്ളവരും ബഹുമാനിക്കുന്ന ആചാരവും കേരളാചാരമാണ്. കേരളാചാരത്തിനൊരു വളരെ പ്രത്യേകതയുണ്ട്. എനിക്കൊന്നൊരു ശങ്കരാചാര്യരുടെ ഇൻഫ്ലുവൻസ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കാം പിന്നീട് അതിന് അത്രത്തോളം ഒരു പ്രചാരമുള്ളത്. അതുപോലെ തന്നെ അദ്വൈത സിദ്ധാന്തത്തിൽ ശിവാദ്വൈതവാദത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ശൈവതന്ത്രങ്ങളും അതുപോലെ തന്നെ ശാക്തേയ ആയിട്ടുള്ള ദശമഹാവിദ്യകളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വംഗതന്ത്രത്തെക്കുറിച്ചും ഒരു ഏരിയ തന്നെ നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പഠിച്ച് അതിൻ്റെ ഗ്രന്ഥങ്ങളും അതിൻ്റെ റിസർച്ച് പേപ്പറുകളും ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ സ്കോളേഴ്സിൻ്റെ ഒക്കെ പേപ്പറുകളും കിട്ടാവുന്ന വെബ്സൈറ്റുകളും ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളതുമെല്ലാം ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത് കുറച്ച് പഠിച്ചാൽ മതിയല്ലോ നിങ്ങൾക്ക്, അത് കുറച്ച് അന്വേഷിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞുതരാം.